ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ഭൂതത്താൻകെട്ട്, പഴയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഭൂതത്താൻകെട്ടിലെ ഐതിഹ്യങ്ങളും അതിലത്തെ ചരിത്രമൊക്കെ വിവരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു ജോർജ് സാറാണ് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ജോർജ് സാറിന് നമ്മുടെ ഈ കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള സാറിൻ്റെ കുറച്ച് അറിവുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജോർജ് സാറാണ് നമുക്ക് ഇവിടുത്തെ ഈ സാറിൻ്റെ അറിവുകൾ എന്തൊക്കെയാന്ന് നമുക്ക് ചോദിച്ചറിയാം. ഞാനൊരു 78 അളവിൽ ഈ ഫോറസ്റ്റിൽ വാച്ച്മാനായിട്ട് കയറിയതാണ്. അപ്പോൾ ഈ 56,000 ഹെക്ടർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്ത് പുഴയിൽ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കടുവ ഒരു അപകടകാരിയല്ല. അതിൻ്റെ കാരണം, ഒരു മനുഷ്യനെ കടുവ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ മൃഗത്തിനെ പിടിക്കാനായിട്ട് കാട്ടിക്കട പോയി കഴിയുമ്പോൾ മുള്ളമ്പന്നിയായിട്ട് കൂട്ടിമുട്ടും. ഈ മുള്ളമ്പന്നിയായിട്ട് കൂട്ടിമുട്ടി കഴിയുമ്പോഴത്തേനും അടുത്ത് വന്ന് കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഈ മുള്ളമ്പന്നി ഇവരെ പിടിക്കാതിരിക്കാൻ വേണ്ടി മുള്ളമ്പന്നി മൊത്തം പീലി അങ്ങോട്ട് വിടർത്തും. പീലി വിടർത്തിയിട്ട് സ്റ്റഡിയായിട്ട് മുള്ളമ്പന്നി നിന്നിട്ട് അതിൻ്റെ തല ഈ കൈയുടെ ഇടയ്ക്കിലേക്ക് കയറ്റി വയ്ക്കും. അപ്പം ബോൾ മാറ്റി പീലി ഇങ്ങനെ വയ്ക്കും. പക്ഷെ മുള്ളമ്പന്നി അങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നെറുവേലി ചെറിയ രോമമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ കൈക്കൊരു ഇടി അവിടെ കൊടുത്താലും അത്ര സ്മൂത്താണ്, ചത്തും അത്ര കടുപ്പം കുറവാണ്. അപ്പം ഈ കടുവ എന്ത് ചെയ്യുന്നത്, നേരെ ബാക്കിൽ വരും. ബാക്കിൽ വന്ന് സ്റ്റഡിയായിട്ട് ഇങ്ങനെ കയ്യും പൊക്കി പിടിച്ചുകൊണ്ട് ഫുള്ളി പുറയിൽ നിൽക്കും. നിന്ന് കുറേ നേരം കഴിയുമ്പോഴത്തേന് ഇത് പോയോന്ന് അറിയാൻ വേണ്ടി ഇവൻ തല ലേശം പൊക്കി സൈഡിലേക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി പൊക്കും. അങ്ങനെ പൊക്കി വരുമ്പോഴത്തേനും മുള്ള് അങ്ങനെ തന്നെ നിൽക്കും, ഇത് ഒതുക്കൂല. അപ്പോൾ പൊങ്ങി വരുമ്പോഴത്തേക്കും ഇവൻ ഈ പുറകിൽ നിന്ന് ഒറ്റ അടിയാൻ കൊടുക്കും കൈക്ക്, തലക്കെട്ട്. അപ്പം സഡൻലി ഈ മുള്ളമ്പന്നിക്ക് അപകടം മണത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവൻ്റെ പീലി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഇവൻ ഈ അടിക്കാനായിട്ട് ആ വന്ന വരവില്ല, ഏതെങ്കിലും ഒരു പീലി ഇവൻ്റെ കൈക്കകത്ത് ഇങ്ങനെയാണ് കയറിയിരിക്കും. അന്നേരം കയറി കഴിയുമ്പോൾ അന്നേരം അറിയണമെന്നില്ല, ആ വേദനയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനെ മാറ്റിപ്പറിച്ച് പൊളിച്ച് തീറ്റയൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും വിശ്രമിക്കാനായിട്ട് പോയി തുടങ്ങുമ്പോഴത്തേനും ഇതിന് വേദന കുറവും. ഇതിൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളംപീലി കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കിനാണ് വേദന എന്ന് പറഞ്ഞാൽ അവർക്കും അതായിരിക്കും സംഭവിക്കണമെന്ന് തോന്നണം. അപ്പം ഇങ്ങനെ കയറി ഇതങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ അതിന് ഒരു ജീവിയെ പിടിച്ച് തിന്നാൻ പറ്റാത്ത സാഹചര്യം വരും. ആ സമയത്ത് മനുഷ്യനായിട്ട് കൂട്ടിമുട്ടിയ മനുഷ്യനെ കടുവ പിടിക്കുന്നത് എൻ്റെ അറിവ്. പിന്നെ കടുവ ഒരു ജീവിയെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഫ്രഷായിട്ട് തിന്നൂല. ഇപ്പോൾ ഒരു ഉരുവിനെ പിടിച്ച് കഴുത്തെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കടി മാംസം എടുത്തിട്ട് അതിനെ കാണാവുന്ന ചിലപ്പോൾ ഒരു 50 മീറ്റർ ഒക്കെ അകലം പോയി കാണാവുന്ന അത്രയും ഭാഗത്തിൽ പോയി കിടന്നു കഴിയുമ്പോഴത്തേനും ഈ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും ആ ചത്തി കിടക്കുവാണല്ലോ, ഒരു വർഷം തിന്നാലോ എന്ന് ഓർത്ത് ഓടി അങ്ങ് ചെല്ലും. അത് കഴിഞ്ഞ് ചുറ്റും ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഈ കടിച്ചേക്കണ പാട് കാണും. അപ്പം അവൻ നിൽക്കില്ല, വിട്ടു പോകും. ഇവൻ ബുക്ക് ചെയ്തിട്ടേക്കണം, അവൻ കൊന്നിട്ട് പിടിച്ചിട്ട് ഇട്ടേക്കണതിൻ്റെ ഒരു സെക്റ്റലാണ് ആ കടി. അപ്പോൾ അവർ വിട്ടുപോകും. അപ്പം നേരത്തോട് നേരം കഴിയുമ്പോഴത്തേനും ഇതിൽ ചെറിയ സ്മെല്ല് വയ്ക്കും. അന്നേരമാണ് ഇതിനോട് ആകാരത്തോട് തോന്നുന്നത്, അവൻ ശരിക്കും ഭക്ഷിക്കുന്നത്. പിന്നെ അതേസമയം പുലിയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ മേലെ കയറി നിന്നിട്ട് പാകത്തിനുള്ള വരുമ്പോൾ ഒറ്റ ചാടി കഴുത്തിന് പിടിച്ച് കൊന്നു കഴിയുമ്പോൾ ആ തോളയ്ക്ക് കയറ്റി വെച്ച് മരത്തിൻ്റെ കവട്ടി കൊണ്ടുവന്ന് വെച്ച് നൈസായിട്ട് തിന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള എല്ലാം ഇപ്പം പെരുമ്പാമ്പാണെങ്കിലും പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെരുമ്പാമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ വനത്തിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ ചെറിയ നടപ്പ് വഴി ഉണ്ടാവും ഈ മൃഗങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ പെരുമ്പാമ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിലങ്ങനെ തോണ്ടി അങ്ങോട്ട് കൂട്ടും, മൊത്തം ഒരു വരമ്പ് മാതിരി. അപ്പോൾ കൂട്ടി കഴിഞ്ഞിട്ട് ഈ ഇങ്ങനെ ഒരു വഴിയാണെങ്കിൽ അതിൻ്റെ നടുക്കിങ്ങനെ ഒരു വളവ് കിട്ടും. വാല ഒരു സ്ഥലത്തേക്ക് തലയുടെ അവിടെ ഈ വാലയിൽ ഇങ്ങനെ തട്ടി കരിയിലിട്ട് മൂടി പിന്നെ ഈ വാലും കയറ്റി ഇങ്ങനെ വയ്ക്കും. ആ വഴിക്കോടെ പോത്ത് വന്നാലും ആന വന്നാലും പുള്ളി അനങ്ങൂല. അതൊക്കെ കൊണ്ടുകൊണ്ട് അവിടെ കിടന്നത് ഒരു കുഴപ്പമില്ല. അവന് ഉദ്ദേശിച്ച അർത്ഥമുള്ളവരും മാനോ ചെറിയ മ്ലാവൊക്കെ വരുവാണെങ്കിൽ ഇവനിങ്ങനെ ചുറ്റി വെച്ചിട്ട് നിലത്തേക്ക് എടുത്ത് ഒരു അടി കൊടുക്കും. അടി അങ്ങ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ചിലത് ഭയങ്കര ശക്തിയാണെങ്കിൽ അമരുമില്ല. അപ്പോൾ അവനെ എന്തോ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോയ ഒരു മുള്ളു പോലെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത്.
അത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേനും മയങ്ങി കഴിയുമ്പോഴത്തേനും ഇത്രയുള്ള ഒരു പെരുമ്പാമ്പ് ഇത്രയും വാ പൊളിക്കും. എന്നിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് വാ പൊളിച്ചിട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ കയറ്റി അകത്തേക്ക് വിടും. മൊത്തം അകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേനും ഇവന് ബോധം തെളിയുമ്പോഴത്തേനും ഇവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കയറ്റി വിടുമ്പോഴത്തേനും വയറൊരു ഇത്ര അങ്ങോട്ട് വീർത്ത് കഴിയുമ്പോൾ ഒരു എന്തോ ഒരു 1/2 മീറ്റർ വീതിയിൽ ഒരു മരം നിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോടെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അസ്ഥികൾ മുഴുവനും ഒടിഞ്ഞ് അങ്ങോട്ട് ചെയ്യും. പിന്നെ അതിനെ കഴിഞ്ഞ് ഇച്ചിരി കുറഞ്ഞാൽ കയറും. അങ്ങനെ 2-3 സ്റ്റെപ്പ് കയറുമ്പോഴത്തേനും വയറിൽ ഏതാണ്ട് ഒടിഞ്ഞ് ഒതുങ്ങും. പിന്നെ 2-3 മാസം കിടന്ന കിടപ്പ് കിടക്കും. അങ്ങനെ തള്ളി പോകണം വരെ. എന്തോ ഈ കാട്ടിലെ ഈ പിണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതങ്ങനെ മനുഷ്യനെ അങ്ങനെ പിടിക്കാനൊന്നും ഒന്നും ഇങ്ങോട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ. മറ്റേ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന മനുഷ്യനെ ഉപദ്രവിക്കുന്നത് 3 ആനയാണ്. ഈ ഒരു കൂട്ടം ആന എന്ന് നമ്മൾ പറയില്ലേ. അപ്പം അതിൻ്റെ അകത്ത് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് 3 ആന. 3 ആന എന്ന് പറഞ്ഞാൽ ഒന്ന് മോഴയാന എന്ന് പറഞ്ഞാൽ അവൻ ആണാണ്, അതിന് കൊമ്പില്ല. ആ സാധനത്തിന് ഈ പിടിയാനയായിട്ട് സമ്പർക്കമില്ല. അതുകൊണ്ട് ഇവന് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ കൂടെ ഉള്ള ആനയ്ക്കിട്ട് നല്ല ഇടി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുത്ത കൊമ്പനുണ്ട്. ഈ കൊമ്പൻ ഇതിനെ കുത്തി ഓടിക്കും കൂട്ടത്തില്ല. അങ്ങനെ ഓടിച്ചു കഴിയുമ്പോഴത്തേനും നിർത്തിയെന്ന് അപ്പം ഈ മോഴയാനെന്ന് പറഞ്ഞാൽ അതിന് ഈ പിടിയാനയായിട്ട് സമ്പർക്കമില്ല. അപ്പം ഇത് നല്ല ഇടി വെച്ച് കൊടുക്കണോണ്ട് കൊമ്പൻ കുത്തി ഓടിക്കും. അപ്പം കൂട്ടത്തിൽ നിന്ന് ഒരു 10-50 മീറ്ററൊക്കെ മാറിയാണ് നടക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും വനത്തിൽ പോകുമ്പോൾ അവിടെ ആനയുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനം അതിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം വെറുതെ നടക്കൂല. ഒന്നെങ്കിൽ മനുഷ്യൻ കൂവി വിളിക്കുന്ന സൗണ്ട് കേൾപ്പിക്കും, അല്ലെങ്കിൽ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് കേൾപ്പിക്കും, അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സൗണ്ട് കേൾപ്പിക്കും, അല്ലെങ്കിൽ വണ്ടി ഓൺ അടിച്ച് പോകുന്ന സൗണ്ട് കേൾപ്പിക്കും. അങ്ങനെ എന്തെങ്കിലും സൗണ്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ആ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടോളം കിട്ടി അവൻ നമ്മളെ കൊല്ലും. അതിന് നമ്മൾ പറഞ്ഞില്ല മനുഷ്യരോട് അങ്ങനത്തെ ബുദ്ധി അങ്ങനത്തെ അല്ല, ആണ് ഈ കൊമ്പില്ലെന്നുള്ള ഇത് ശിഖണ്ഡി പറയപ്പെട്ടെ ശിഖണ്ഡി എന്ന് പറയുന്നത് അതാണ്. അപ്പം ഇതിന് മോഴ അത് പറഞ്ഞ് മോഴ എന്ന് പറയണത് നമ്മൾ. അപ്പം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ തള്ളയും കുഞ്ഞും. ഇപ്പം കൂടുതൽ നിൽക്കുമ്പോൾ ഈ കുഞ്ഞിന് തള്ളയും കൂടെ ഒരു സൈഡിലായിരിക്കും നിൽക്കുന്നത്. ഏതെങ്കിലും സൈഡിൽ മാറുന്ന അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ പാകത്തിന് തീറ്റ പറിച്ച് തിന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മനുഷ്യനെ കൂട്ടിമുട്ടിയാൽ അതെത്തും. നമ്മൾ പറയാം അത് എത്തുമെന്ന് പറഞ്ഞാൽ ഓടിക്കും, കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും. പക്ഷെ ആനയുടെ മുമ്പിൽ നമ്മൾ ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് 35 തുടങ്ങും. അപ്പോൾ ആന എത്താനോ ഉള്ള ആന ചുമ്മാ അവിടെ നിൽക്കുവാണെങ്കിലും വാല അവൻ മേപ്പോട്ടാ പിടിക്കണമെങ്കിൽ അവൻ നമ്മുടെ പുറകെ എത്താനോ എന്നുള്ളത് കണ്ണോളണം വിട്ടോളം വരെ. അപ്പം അങ്ങനെ ഈ ആന എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഓടൂല. ഏതെങ്കിലും ഇപ്പോൾ വനത്തിൻ്റെ സൈഡാണെങ്കിൽ ഏതെങ്കിലും കാട്ടിക്കിടെ കയറി വെട്ടിച്ച് ഒരുപാട് അകലം ഇങ്ങനെ വെട്ടിച്ച് അങ്ങനെ വേണം പോകാൻ. അതേസമയം വേനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓടുമ്പോൾ വേറെ ഒരു കുഴപ്പം കൂടെയുണ്ട്. ഇടയ്ക്ക് ഇപ്പം പുറകെ സൗണ്ട് കേൾക്കാതെ വരും. അന്നേരം നമ്മൾ നിന്നോളണം. നിന്നില്ലെങ്കിൽ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ ഇവൻ നിന്നിട്ട് നമ്മളെതിരെ പോയതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി അവൻ നിൽക്കുന്നത്. ഇവൻ ഇവിടെ നിന്ന് അനങ്ങുമ്പോൾ പിന്നെയും വിട്ടോളണം. അങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തത് ഒറ്റയാൻ പുറകെ എത്തും. എല്ലാ ഒറ്റയാനും ഇല്ല. അതിൻ്റെ അകത്ത് ഈ പക്വത എത്താത്തതുകൊണ്ട് സൂചിക്കൊമ്പൻ എന്ന് പറയും, വലിയ കൊമ്പനല്ലാത്തത്. അതെങ്ങനെ ഒറ്റയാനാവണമെന്ന് അറിയാമോ? ആന ഉണ്ടായി കഴിയുമ്പോൾ ആദ്യമേ ഒരു കൊമ്പൻ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അവിടെ ആ ഫാമിലിയിൽ പിന്നെ മക്കളിങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ ഈ കൊമ്പനാന കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന് പാല് കുടിക്കാൻ നേരത്തെ മാത്രമാണ് ഈ തള്ളയുടെ എടുത്ത് കൊണ്ടുവന്ന് നിർത്തുള്ളൂ. 7 ദിവസം ഇവർ പാല് കുടിക്കണമെന്ന് പറഞ്ഞാൽ ആ 7 ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ ഇവർക്ക് കുടിക്കണമെന്നുണ്ടാവും, തള്ളയ്ക്ക് പാലും ഉണ്ടാവും. പക്ഷേ പിന്നെ കുടിക്കാൻ പറ്റില്ല. ഈ തുമ്പിക്കൈക്ക് നീളം വയ്ക്കും. പ്രസവിക്കുമ്പോൾ ഒരു ഇത്ര നീട്ടം മാത്രമാണ് ഈ തുമ്പിക്കൈയുടെ അവിടെ ഇങ്ങനെ മൂക്ക് പോലെ ഇരിക്കണേ, ഈ പഞ്ചരൊക്കെ ഇരിക്കും പോലെ. 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത്ര നീളാവും. പിന്നെ അത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ തന്തയാണ് ഇതിന് കണ്ട തീറ്റയൊക്കെ പറിച്ചു കൊടുത്ത് കൊണ്ടുവന്ന് നടക്കുന്നത്. അപ്പം തന്തയുടെ കൈയുടെ ഇടയ്ക്കോടെ ആയിരിക്കും ഈ സാധനം കൊമ്പൻ കുഞ്ഞ് നടക്കുന്നത്. അപ്പം അതിൻ്റെ സംഭവം ഇതിൻ്റെ കൊമ്പൻ കുഞ്ഞിൻ്റെ കൊണ്ടുവന്ന് നടക്കുമ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് കഴിഞ്ഞാൽ ഈ ആനയുടെ കുഞ്ഞിനെ പിടിച്ച് തിന്നാനായിട്ട് വലിയ കടുവ ഇതിൻ്റെ പുറകെ കൂടും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയം എപ്പോഴെങ്കിലും ഇതിൻ്റെ ദൃഷ്ടി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുറകിൽ നിന്ന് ചാടി ഈ കുഞ്ഞിൻ്റെ ഒരു അടി കൊടുക്കും. അടി കൊടുത്ത് ഇതിൻ്റെ നഖം അതിൻ്റെ മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ പോയിസണായി. ഈ പോയിസണായി കഴിയുമ്പോൾ പിന്നെ ഈ സാധനത്തിന് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പനിക്കാൻ തുടങ്ങും. പനിക്ക് പിന്നെ വിറയ്ക്കും. പനിച്ച് അങ്ങനെ വിരച്ച് നേരത്തോടെ നേരം കഴിയുമ്പോഴത്തേനും ചാവും. ചത്ത് കഴിയുമ്പോഴത്തേനും
ഈ തന്തയും തല ഇങ്ങനെ പൊക്കി പൊക്കി നടന്ന് അവൻ നോക്കുമ്പോൾ അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞ് മണം വെക്കുമ്പോൾ അവർ ഇട്ടേച്ച് പോകും. അതിനവന് തിന്നാൻ വേണ്ടിയാണ് ഇവൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൊമ്പൻ കൊണ്ടുവന്ന് നടക്കുന്നത്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഈ പറിച്ച് തീറ്റ കൊടുത്ത് പിന്നെ മക്കളുണ്ടാകുമ്പോൾ പിന്നെ കുഞ്ഞു മക്കൾ ഉണ്ടെങ്കിലും ഇവൻ ഈ തന്തയുടെ പുറയൊന്നും മാറൂല. അങ്ങനെ നടന്ന് ഏതാണ്ട് തന്തയുടെ ഒപ്പം ഹൈറ്റ് ഇവൻ പുറയിലാണല്ലോ നടക്കുന്നത്, തന്ത പുറയിലും ഏതാണ്ട് ഹൈറ്റ് ഒപ്പം ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ തന്ത ഏതെങ്കിലും ചെളിയുള്ളിടത്ത് ചവിട്ടുമ്പോൾ ആ തന്ത പോയി കഴിയുമ്പോൾ ഇവൻ്റെ കൈയും അവിടെ അതുപോലെ തന്നെ വെച്ച് നോക്കുമ്പോൾ അപ്പുറം ഇപ്പുറം നോക്കുമ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെയും കുറേ ആളുകൾ പിന്നെ നടക്കും. അപ്പോൾ തന്തയുടെ അത്ര ആവണം. അപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഏതാണ്ട് ഓക്കെ ആയി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഏതെങ്കിലും ഇടങ്ങേറ് പിടിച്ച സ്ഥലത്ത് പോയി ഇറങ്ങുമ്പം ചതിക്കുന്ന ഈ തന്തയുടെ വാലെ പിടിച്ചവൻ ഒരു വഴി കൊടുക്കും പുറകോട്ട്. അപ്പം ഇവൻ പിടിച്ചാൽ നിൽക്കുമോയെന്ന് അറിയാനാ. അപ്പം നിൽക്കൂല്ലെങ്കിൽ ആന അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് 2 സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ ഇവൻ പിടിച്ചാൽ നിൽക്കൂലെന്ന് ഇവന് മനസ്സിലാവും. അപ്പം ഇവൻ എന്ത് ചെയ്യും? ക്ഷമ ചോദിക്കും. നേരെ കൊമ്പ് കീഴ്പോട്ട് നോക്കി അപ്പനോട് ക്ഷമ ചോദിക്കാം, അറിയാതെ സംഭവിച്ചു എന്നുള്ളത്. അപ്പം അങ്ങനെ നടക്കും. അങ്ങനെ അടുത്ത് പിന്നെയും കുറേ ആൾ കഴിയുമ്പോൾ പിന്നെയും പുള്ളി പിടിക്കും. ആ പിടിക്കുമ്പോൾ തന്ത നിൽക്കും. തന്ത നിന്ന് ചീറ്റിക്കൊണ്ട് തിരിയുമ്പോൾ ഇവൻ നിലത്തേക്ക് കുതില്ല, ഇവന് ചീറ്റും തിരിയും. പിന്നെ അവർ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ആര് തോക്കണോ അതാണ് ഒച്ച. അവൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് വിട്ടാലും വലിയ തന്തയാ പോണെങ്കിൽ അത്രയും കലി ഉണ്ടാവില്ല. ഈ ചെറുപ്പക്കാരനാ പോകണമെങ്കിൽ തോറ്റ് പോകണമെങ്കിൽ അവനാണ് ഏറ്റവും കലിയുള്ളത്. അപ്പോൾ നമ്മുടെ വന്യമൃഗങ്ങളെ കുറിച്ച് ഒരുപാട് അറിവുകൾ നമ്മുടെ ജോർജ് സാർ നമുക്ക് ഷെയർ ചെയ്തു. സാറ് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കണം. ജോർജ് സാറിന് എല്ലാവിധ ആശംസകളും അതുപോലെ ഒരുപാട് താങ്ക്സ്. താങ്ക് യു സാർ.